നമസ്കാരം. മുഖവുരകൾ ആവശ്യമില്ലാത്ത, വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്, വീഡിയോ ചെയ്യുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 5 വർഷമായി, 6 വർഷമായി. മനുഷ്യരറിയാൻ എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന വേളയിലാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അതിനുശേഷം കൃത്യമായിട്ട് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 2000 കൊറോണ കാലഘട്ടത്തിന് ശേഷം നാസിഗ്നേഷൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നു. അന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആദ്യമായിട്ട് എടുക്കുന്നത്. പിന്നീടുണ്ടായ സൗഹൃദമാണ് അതിന്നും ഒരു ലേണർ എന്ന രീതിയിൽ എനിക്കൊരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, SLRism എന്നാണ് ആ ചാനലിൻ്റെ പേര്. അദ്ദേഹമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ നിലയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാൻ കുറേ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ള ചാനൽ ചർച്ചകളിലോ മറ്റ് മൈത്രേനിരിക്കുന്ന മറ്റ് സംവാദങ്ങളിലോ ഒക്കെ സാധാരണഗതിയിൽ ആൾക്കാർക്ക് അടി കിട്ടുന്നത് പോലെ എനിക്ക് അടി കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിച്ച് നിങ്ങൾ അടി വാങ്ങിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. അപ്പോൾ എനിക്കറിയാൻ ഉള്ള എൻ്റേതായ നിലയിലുള്ള ചോദ്യങ്ങൾ ഞാൻ 1-2 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം അതിൽ തന്നെ തുടങ്ങാം. ഇപ്പം മൈത്രേയനെ ആദ്യം കാണുന്ന സമയം മുതൽ മൈത്രേയൻ ഉറങ്ങുന്നത്, ഞാൻ ആ എപ്പിസോഡ് എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെ അത് റിലീസ് ചെയ്തില്ല. പക്ഷേ ഞാൻ ചോദിക്കുകയാണ് ഇവിടെ തന്നെ, നിങ്ങൾക്കത് ഏത് രീതിയിലാണ് പ്രയോജനപ്പെടുന്നതെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ഉറങ്ങുന്നത് 1 മണിക്ക് ശേഷമാണ്. കൃത്യം 7 മണിക്ക് അദ്ദേഹം എഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ഈ 1 മണി വരെ ഇരിക്കുന്നത് ലോകം മുഴുവനുമുള്ള മലയാളികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അവരെല്ലാം അദ്ദേഹത്തിനെ വിളിക്കുന്നത് എന്തിനാണ് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം കൂടുതലും കുടുംബ പ്രശ്നങ്ങൾ സംസാരിക്കാനാണ്. ആക്ച്വലി ഒരു കൗൺസിലർ റോളാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ഈ വിളിക്കുന്ന ആൾക്കാർ ശരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടല്ല വിളിക്കുന്നത്, സംസാരിക്കാനാണ് വിളിക്കുന്നത്. പക്ഷേ പ്രശ്നമുണ്ട് അവർക്ക്, പക്ഷേ ക്വസ്റ്റ്യൻ ഇല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് ആക്ച്വലി അവരുടെ മനസ്സിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിട്ട് വേണം അവർക്ക് അദ്ദേഹം ആൻസർ കൊടുക്കാൻ. ഇങ്ങനെ 2 പരിപാടികളാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവാത്തതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് ആ സ്ഥലത്തു നിന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹവുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ തുടങ്ങണം. അപ്പോൾ ലോകം മൊത്തമുള്ള മലയാളികൾ കൂടുതൽ ചോദിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഇന്ന് രാവിലെ ഇതുവരെയുള്ള സെഷനിൽ 1-2 തവണയായിട്ട് നമ്മൾ പറഞ്ഞു. അത് തുടർന്നു പോകുന്ന, ഈ സിസ്റ്റം തുടർന്നു പോകുന്ന എല്ലാ മോശം പ്രവണതകളും നമ്മൾ ഒപ്പം നടന്ന് തന്നെ, അതിനോട് ചേർന്ന് തന്നെ, അനുകരിച്ച് തന്നെ മുമ്പോട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ആ പ്രോബ്ലം ഉണ്ടാകുന്നതെന്നാണ്. ഇപ്പോൾ കാസ്റ്റ് ഈ സിസ്റ്റത്തിലുള്ള എല്ലാ സ്ഥലങ്ങളിലും നിർബന്ധപൂർവ്വം സിസ്റ്റം നമ്മളെ ചേർത്ത് നിർത്തുന്ന സ്ഥലങ്ങളെല്ലാം നമ്മുടെ വളർച്ചയെ തടയുന്നതാണ്. ചോദിക്കാനുള്ളത്, ഈ ആൾക്കാർക്ക്, ഈ വിളിക്കുന്നവർ അല്ലെങ്കിൽ വിളിക്കാൻ കാത്തിരിക്കുന്നവർ, ചോദ്യങ്ങൾ ഉണ്ടാകാൻ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ഇത്രയും പറയുമ്പം പിടിയിട്ടുമായിരിക്കും. പിടി കിട്ടിയില്ലെങ്കിൽ ഈ ചോദ്യം കഴിഞ്ഞിട്ട് നിങ്ങളത് ചോദിക്കണം. ഞാൻ അത് കഴിഞ്ഞിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചോളാം. ഇംഗ്ലീഷിലൊരു ഇതുണ്ട്, ടു പ്രോബ്ലമറ്റൈസ് എന്ന് പറയും, പ്രശ്നവൽക്കരിക്കുക. നമുക്ക് ആൾക്കാർ പലപ്പോഴും വിളിക്കുന്ന സമയത്ത് അവർക്ക് വിഷമങ്ങളായിരിക്കും അവർ പറയുന്നത്. അതേപോലെ തന്നെ മറ്റുള്ളവർ അവരുടെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറുന്നില്ലെന്നും ഇങ്ങനെ കുറേ കാര്യങ്ങൾ മനുഷ്യർ പറയുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് അവരുടെ ജീവിതം മാത്രമല്ല, ലോകത്ത് മനുഷ്യരുടെ ജീവിതത്തിനെ പറ്റിയും, ഇനി മനുഷ്യരുടെ ജീവിതം മാത്രമല്ല, ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവനുള്ളതിനെല്ലാം ജീവിതമുണ്ട്, അവരുടെയൊക്കെ പ്രശ്നങ്ങളെപ്പറ്റി ഇങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് പൊതുവായി നമ്മളെപ്പോഴും സംസാരിക്കുന്നത് നമ്മുടെ മനുഷ്യരുടെ ജീവിതം മാത്രമായിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെ മാത്രമല്ല, ഭൂമി തിരിയുന്നുണ്ട്, ആ ഭൂമി തിരിയുന്നതുകൊണ്ടാണ് നമ്മൾ
പകലും രാത്രിയൊക്കെ ഉണ്ടാകുന്നതെന്നൊക്കെ അറിയേണ്ടതുണ്ട്. ഇതൊക്കെ അങ്ങ് മറന്നുപോകും. കംപ്ലീറ്റ് ഈ ലോകത്തിനെ പറ്റി എല്ലാം നമ്മൾ മറന്നുപോകും. നമ്മൾ ഈ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടെന്നൊന്നും ഓർക്കത്തില്ല. അതേപോലെ തന്നെയാണ് ഈ മറ്റ് ജീവികളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെന്നുള്ള കാര്യവും നമ്മൾ മറന്നുപോകും. ധാരാളം ജീവികൾ നമ്മുടെ ചൂടെ മാത്രമല്ല, ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ ഒത്തിരി ജീവികൾ ഒന്നിച്ച് ജീവിക്കുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത്. പക്ഷെ അത് അങ്ങനെ അറിയുന്നില്ല നമ്മൾ. അപ്പം ഇതെല്ലാം ഒന്ന് ഒരു ഫ്രെയിമിനകത്ത് ഞാൻ കൊണ്ടുവരും. വെറുതെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയും. അപ്പോൾ ഇവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നം വളരെ മുഴച്ച് നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് ജീവിച്ചിരിക്കുന്നവർ വലിയ കഷ്ടപ്പാടിൽ കഴിയുന്നവരുണ്ട്, അത് കഷ്ടപ്പാടില്ലാതെ ജീവിക്കാൻ പഠിച്ചവരും ഉണ്ട്. ഇത് രണ്ടും കണ്ടുപിടിക്കേണ്ടത് മനുഷ്യരുടെ കാര്യം മാത്രമല്ല. വെയിലെല്ലാം കൊണ്ട് ഈ ചെടിയും മരവും ഒക്കെ അവിടെ നിന്ന് കുറച്ച് ഊർജ്ജമൊക്കെ അത് ഈ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന ഇതെടുത്താണ് ഈ ചെടികളെല്ലാം പാചകമൊക്കെ ചെയ്യുന്നത്, ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിങ്ങനെ നോക്കി സൂത്രത്തിൽ അടിച്ചു മാറ്റുക എന്ന് പറയുന്നതാണ് നമ്മളെപ്പോലുള്ള ജീവികളെല്ലാം ചെയ്യുന്നത്. പുല്ലെല്ലാം തിന്നുന്ന ആടും. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റു ചിലർക്ക് മനസ്സിലായി ആടിനെ തിന്നാൽ കുറേ കൂടെ എളുപ്പമാണെന്ന് മനസ്സിലായി. കാരണം ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആട് തിന്നണം. അപ്പോൾ ആടിനെ പിടിച്ചിട്ട് തിന്നിട്ട് കിടക്കുകയാണെങ്കിൽ ഒരു 5-6 മണിക്കൂർ കിടന്നുറങ്ങാൻ പറ്റും. ഈ സിംഹത്തിനെയൊക്കെ നോക്കിയാൽ മതി, മലന്നൊക്കെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന കാണാൻ പറ്റും. അങ്ങനെ ഒരു പശുവിനെ നമുക്ക് കാണാനൊക്കത്തില്ല. രാവിലെ തൊട്ട് കുമ്പിട്ട് നിന്ന് തീറ്റിയോടെ തീറ്റിയാണ്. ആനയൊക്കെ 20 മണിക്കൂറൊക്കെ തിന്നും. അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഏറ്റവും എളുപ്പം ജീവിക്കാൻ എങ്ങനെയാണെന്നുള്ളത് ചുറ്റുപാട് ഈ പണിയൊക്കെ എടുക്കുന്ന ആൾക്കാരെല്ലാം ഉപയോഗിച്ച് ജീവിക്കുന്നത് എളുപ്പമാണെന്ന് കണ്ടുപിടിച്ച ഒരു ജീവിത രീതിയാണ് ലോകത്തുണ്ടായത്. അപ്പം നമ്മളൊക്കെ നല്ല ആൾക്കാരാണെന്നാണ് നമ്മളെപ്പോഴും വിചാരിക്കുന്നത്. ആർക്കും ഒരു ശല്യമൊന്നും ചെയ്യാതെ നമ്മളീ നടക്കുമ്പോൾ ഉറുമ്പെല്ലാം ചത്തുപോകും. വെറുതെ ഇങ്ങനെ ചൊറിയുമ്പം 100 കണക്കിന് ബാക്ടീരിയ ചത്തുപോകും. ഇങ്ങനൊന്ന് ചൊറിയത്തേ ഉള്ളൂ, നമ്മളറിയുന്ന പോലും ഇല്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകം ഉണ്ടെന്നൊക്കെ അങ്ങോട്ട് കുറച്ച് പറഞ്ഞു കഴിയുമ്പം പെട്ടെന്നാണ് അവരതൊന്നും ആലോചിക്കുന്നില്ല. അച്ഛനും അമ്മയും സഹോദരൻ സഹോദരി അയലത്തുകാർ, പ്രപഞ്ചം മുഴുവൻ അതിനകത്താണ്. അപ്പോൾ അങ്ങനെ ഉള്ളതിനെ ഒന്ന് തുറന്ന് വേറെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നും നമ്മുടെ പ്രശ്നങ്ങളുണ്ടാകുന്നതിന് അവിടെയൊക്കെ ആലോചിക്കേണ്ടതുണ്ടെന്നും നമുക്ക് ഈ ജനിതകം എന്ന് പറയുന്ന ഒരു ലോകമുണ്ടെന്നും ധാരാളം നമ്മൾ തന്നെ ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ജീവികൾ ഒന്നിച്ച് ജീവിക്കുന്ന ഒരിടമാണ് നമ്മളെന്ന് അറിയേണ്ടതുണ്ട്. കണ്ണിൽ കഴിയുന്നവർ ചെവിയിൽ കഴിയുന്നില്ല, മൂക്കിൽ കഴിയുന്നവർ വായിൽ കഴിയുന്നില്ല, വായിൽ തന്നെ ചുണ്ടത്ത് കഴിയുന്നവർ തൊണ്ടയ്ക്ക് കഴിയുന്നില്ല. പിന്നെ താഴോട്ട് ഇറങ്ങിയിട്ട് പോയാൽ ഓരോ 1 ഇഞ്ച് സ്ഥലത്ത് വെച്ച് വലിയ കോളനികളാണ്. പക്ഷെ നമ്മുടെ മറ്റും ഭാവമൊക്കെ കണ്ടാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെയൊക്കെ നടന്ന് കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ള ലെവലിലാണ്. ഈ തിന്നുന്ന സാധനമൊക്കെ ദഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ നടുക്കൊക്കെ താമസിക്കുന്നവരൊക്കെ പണിയെടുക്കണം. അവരവിടെ ഇരുന്ന് കമ്പി അടിച്ചിട്ടാണ് നമ്മൾ ചിലതിനെ കാണുമ്പോൾ കൊതി വരുന്നത്, അല്ലാതെ നമ്മുടെ സ്വന്തം കൊതിയൊന്നുമല്ല. ഇതുപോലുള്ള കാര്യങ്ങളും കൂടെയൊക്കെ ഒന്ന് അറിയുമ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മാത്രമല്ലെന്നും ചില കാര്യങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുന്നത് നമ്മൾ തന്നെ ആലോചിച്ചിട്ടല്ലെന്നൊക്കെ കാണാൻ പറ്റും. വിശപ്പിങ്ങ് വരികയല്ലേ, അല്ല ഞാനിപ്പോൾ വിശക്കും എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയല്ല. കണ്ണ് കാണുന്നതിന് നമുക്കൊന്നും ചെയ്യാനുള്ള കാര്യമില്ല, തുറന്നാൽ മതി. അപ്പോൾ നമ്മൾക്ക് അതിനകത്തൊരിച്ചിരി ഓട്ടോണമി ഉള്ളത് എവിടെയാണ്, നോക്കാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റും. അതാണ് പരമാവധി നമ്മളൊരിച്ചിരി ഏജൻസിയോടെ ചെയ്യുന്നത്. കാണുന്നതിനകത്തൊന്നും നമുക്കൊന്നുമില്ല. ചെവി കഴിക്കാന്നെങ്കിൽ അങ്ങനെയും പറ്റത്തില്ല, കാരണം അത് തുറന്നങ്ങ് ഇരിക്കുക. അപ്പോൾ വരുന്നത് മുഴുവൻ കേട്ടേ വരും. അപ്പോൾ ഇതുപോലുള്ള ഇന്ദ്രിയങ്ങളെല്ലാം റിലേറ്റീവ് ഓട്ടോണമി ഉള്ള സാധനങ്ങളായിട്ട് കാണേണ്ടി വരും. അപ്പം നമ്മൾ ആരാണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചാൽ അത്ര എളുപ്പമൊന്നും മനസ്സിലാകത്തില്ല.
പണ്ടുള്ളവരാണെങ്കിൽ നമുക്കിതിനകത്ത് കയറി ഒരാൾ താമസിക്കുന്നുണ്ടെന്ന് പണ്ടേ അങ്ങ് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു, എല്ലാവർക്കും ആത്മാവുണ്ടായിരുന്നു. അത് ജനിക്കുമ്പോൾ വരികയും ചാകുമ്പോൾ പോവുകയും ചെയ്യും. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് ശാപ്പാടൊന്നും ഇല്ലാതെ പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ചോറൊക്കെ വെച്ച് അവരുടെ കൂട്ടത്തിൽ പറഞ്ഞു വിടുകയൊക്കെ ചെയ്യും. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ അതിനകത്തൊക്കെ വയ്ക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെ ആയിരുന്നു സമാധാനപ്പെടുന്നത്. പോകുന്ന വഴിക്ക് തിന്നട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വലിയ ഒരു പ്രശ്നവും ആൾക്കാർക്ക് ഇങ്ങനെ ചത്താ പോകും വരും എന്നൊക്കെയുള്ളതൊക്കെ വിവരമുള്ള പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ജീവിതത്തിനെ പറ്റിയും ജീവനെ പറ്റിയൊക്കെ അങ്ങോട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളൊരു കാടെന്ന് നമ്മൾ പറയുമ്പം എങ്ങനെയാണോ പറയുന്ന പോലാണ് നമ്മളെ മനസ്സിലാക്കേണ്ടത്. കാട്ടിൽ കടുവായുണ്ട്, മാനുണ്ട്, മയിലുണ്ട്, വിട്ടിലുണ്ട്, വലിയ മരങ്ങളുണ്ട്, പൂക്കളുണ്ട്, നദികളുണ്ട്, ചെറിയ ചോലകളുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് ആലോചിക്കുമ്പോഴാണ് ഈ കാട് എന്ന് പറയുന്നത് എത്ര സങ്കീർണമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതിനെല്ലാം വ്യത്യസ്തമായ ആവശ്യങ്ങളും വ്യത്യസ്തമായ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കാമെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിരുന്ന് വിഷമിക്കുന്ന ഒരാളല്ല നമ്മളെന്ന് അറിയാൻ പറ്റും. പലര് കൈകടത്തി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളായിട്ടിരിക്കുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ ലോകത്തിനെപ്പറ്റിയും എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രശ്നം പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ആകാശത്ത് നക്ഷത്രമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അതുപോലെ ഭൂമി തിരിയുന്നുണ്ടെന്ന് അറിയേണ്ടതുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത്. നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ ഇടപെടുന്നു എന്ന് പറയുന്ന കാര്യങ്ങളുള്ളത്. അപ്പം നമ്മുടെ സാഹചര്യത്തിനെ പറ്റിയൊക്കെ പറയുമ്പോൾ എല്ലാവരും അമ്മയും അച്ഛനും മക്കളും ഒക്കെ കൂടെ ചേർന്ന് ഒരു സാഹചര്യത്തിനെ പറ്റി മാത്രമായിരിക്കും പറയും. കുറച്ചുകൂടെ സാമൂഹിക അവബോധമുണ്ടെന്ന് വിചാരിക്കുന്നവർ പറയും അതിവിടെ ഒരു മത രാജ്യമാണിത്, അതുകൊണ്ട് അതിൻ്റെ ഇൻഫ്ലുവൻസിലാണ് നമ്മൾ കഴിയുന്നത്. അപ്പോൾ ജാതിയെ പറ്റി അറിയുന്നവർ പറയും ജാതിയുണ്ട്. അപ്പോൾ രാഷ്ട്രീയമുണ്ട് അറിയുന്നവർ പറയും രാഷ്ട്രീയ വ്യവസ്ഥിതിക്കകത്താണ് നമ്മൾ. ഇങ്ങനെ വലിയ സർക്കിളുകൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇതിൻ്റെയൊക്കെ നടുവിൽ ഒരു വീട്ടിൽ നമ്മൾ ജനിക്കുന്നു. അവിടെ ഒരു ഈ പറഞ്ഞ നമ്മൾ സാധാരണ കുറ്റവാളികളായി കണ്ടുപിടിക്കുന്ന അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ഒക്കെ ആയിരിക്കും നമ്മുടെ കയ്യിലുള്ളത്. അവരുടെ ജീവിതത്തിനകത്ത് ഒരു വ്യക്തിയുടെ വ്യക്തിഗതമായ പേഴ്സണൽ ഹിസ്റ്ററി എന്ന് നമ്മൾ പറയും. അത് മാത്രമായിരിക്കും അവർക്ക് സവിശേഷമായി അവർക്കുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണിക്കാൻ പറ്റും. അപ്പം ലോകത്തിനെ പറ്റിയൊക്കെ നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ, ആരാണോ കേൾക്കുന്നത് അവർക്കൊരു ധാരണയുണ്ടെങ്കിൽ ഈ ആളിൻ്റെ പേഴ്സണലായിട്ടുള്ള ഹിസ്റ്ററി എന്ന് നമ്മൾ പറയുന്നത്. കാരണം ഉരുണ്ട് വീണ് പല്ല് പോയത് അയക്ക് മാത്രമേ കാണത്തുള്ളൂ. വീട്ടിൽ ബാക്കിയുള്ളവർ എത്ര പേരുണ്ടായാലും അവരുടെ ആരുടെയും പല്ല് പോയിട്ടില്ല. ഇനി ഒരു ടിൻസാണെന്ന് തന്നെ വെച്ചോ, അപ്പോഴോ ഒരാളെ വീഴത്തുള്ളൂ. അപ്പോൾ പേഴ്സണൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയാൽ പിന്നെ ആ ഇരിക്കുന്ന ആളിനേക്കാളും കൂടുതൽ നമുക്ക് അവരെ പറ്റി അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്കറിയാം ഇതിപ്പോൾ ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണെന്നറിയാം, സെൻട്രൽ ഗവൺമെൻറ് മോദി ഭരിക്കുകയാണെന്നറിയാം, ട്രംപ് അമേരിക്ക ഭരിക്കുക, ഇതെല്ലാം പൊതുവായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സൂര്യനുണ്ടെന്നും നക്ഷത്രം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമെങ്കിൽ നമുക്ക് ഈ ആളിൻ്റെ പേഴ്സണൽ ഹിസ്റ്ററിയിൽ ഒരു ചെറിയ മേഖലയിലുള്ള കുറച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ആ ജീവിതത്തിനെ, ആ വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിനെ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ പെട്ടെന്ന് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. അപ്പോൾ അവർ ചോദിക്കുന്ന അവരുടെ പ്രശ്നം പറയുമ്പോൾ തന്നെ ഇതിപ്പം ഇവിടെ ഒരു ഗ്ലാൻഡ് ഉണ്ട് തൈറോയിഡ് എന്ന് പറഞ്ഞിട്ട്, അതിനകത്തുനിന്ന് കുറച്ച് തൈറോക്സിൻ വരാത്തതുകൊണ്ടാണ് ഇയാൾക്ക് ഈ പ്രശ്നമെന്ന് ചിലപ്പോൾ ഒന്ന് മെഡിസിനൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ കണ്ടേ. ഞാൻ ആദ്യം തന്നെ ഒരാളുടെ പ്രശ്നമൊക്കെ പറയുമ്പോൾ ഞാൻ പറയും നിങ്ങളൊരു ജനറൽ ഫിസിഷ്യനെ ഒന്ന് കാണണം. ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണാമെന്ന് ഞാൻ പറയാറില്ല. ജനറൽ ഫിസിഷ്യനെ ഒന്ന് കാണണം. നിങ്ങളുടെ ഈ കുറച്ച് ഗ്ലാൻസൊക്കെ ഉണ്ട്, അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി അവർ പറയുകയാണ് നമ്മുടെ നോട്ടത്തിലൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ ഇനി നമുക്ക് വേറെ കാര്യം ആലോചിക്കാം. അപ്പോഴാണ് നമ്മുടെ ഈ ആളുകൾ മനസ്സ് എന്നൊക്കെ പറയുന്ന സാധനം, മനസ്സ് നമുക്കൊരു സംശയമില്ലാതെ അറിയാവുന്നതാണ്. മനസ്സ് ശരീരത്തിനകത്ത് ജീവിക്കുന്നതാണെന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനൊന്നും നോക്കത്തില്ല. ശരീരം എന്ന് പറയുന്നതിൻ്റെ റണ്ണിങ് കമൻട്രിയാണ് മനസ്സ്.
അതങ്ങനെ മനസ്സിലാക്കണം. ഒരു നിരന്തരമായി ലോകത്തിനെ മനസ്സിലാക്കുന്നതിനകത്ത് അതിനൊരു കമൻട്രി ഉണ്ട്. നമ്മുടെ ഉള്ളിലകത്ത് ഒരാളിരുന്ന് ഇങ്ങനെ കമൻട്രി പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ അകത്തൊരു ഡയലോഗ്, രണ്ടുപേര് കാര്യം പറയുന്ന പോലെയാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനെയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ഈ ആളിരുന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇയാൾക്ക് തലയ്ക്കകത്തുണ്ടായിരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന കുറേ സാധനങ്ങളുണ്ട്, ഡോപ്പാമൈനെന്നും അതുപോലുള്ള കുറേ എണ്ണമുണ്ട്. അപ്പോൾ സന്തോഷം ഉണ്ടാക്കുന്ന സാധനം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിനുള്ള ചില മരുന്നുകൾ, നമ്മൾ മരുന്നെന്ന എല്ലാത്തിനും മരുന്നെന്നാണ് നമ്മൾ പറയുന്നത്. അത് വൈറ്റമിൻസും ഒക്കെ നമുക്ക് മരുന്നാണ്. നമ്മൾ പോഷകാംശം എന്ന് നമ്മൾ പറയുന്ന ഭക്ഷണത്തിനകത്ത് കിട്ടേണ്ട സാധനങ്ങൾ കുറവുള്ളത് കൊണ്ടായിരിക്കാം ഒരാളുടെ ഭയങ്കര വിഷമവും ഉറങ്ങാൻ വരാത്തതൊക്കെ. പക്ഷെ ഇതൊന്നും നമ്മൾ നോക്കുന്നുണ്ടാകത്തില്ല. അപ്പുറത്തിരിക്കുന്ന ആൾ എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പെരുമാറിയിട്ടില്ല കൊണ്ട് മാത്രമാണ് എനിക്ക് വിഷമം ഉണ്ടാകുന്നതെന്ന് മാത്രമാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു വാക്ക് കേട്ടാൽ അത് താങ്ങാൻ പറ്റാത്തതായി മാറുന്നത് ഈ ഇരിക്കുന്ന ആളിൻ്റെ അവസ്ഥയും കൂടെ ചേർന്ന്. വേറെ സന്ദർഭത്തിലാണെങ്കിൽ നമ്മൾ വെറുതെ കളയുന്ന ഒരു കാര്യമായി. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വളരെ ഇൻട്രാക്റ്റീവായ, നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ ജ്ഞാനെന്നൊക്കെ വിളിക്കുന്നത്. നിരന്തരം എല്ലാ ഇന്ദ്രിയങ്ങളിനകത്തൂടെ ആയിരക്കണക്കിന് ഇൻഫർമേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ ഇവിടെ ഇരുന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുക മാത്രമല്ല, ഇവിടെ ചുറ്റുപാട് നടക്കുന്ന, ഇപ്പം ഇവിടെ ചൂടുണ്ട്, മുറിക്ക് ചൂടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇരിക്കുന്ന ഇരിപ്പിടത്തിനകത്ത് നമ്മുടെ കാലയിലോട്ട് രക്തം ഒഴുകാതെ വരുമ്പോൾ ഇങ്ങനെ ഇവിടെ വേദനിച്ച് തുടങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് അനങ്ങിയിരിക്കും. ഇങ്ങനെ ഓരോ എത്ര ഇൻഫർമേഷൻസ് ആ ഒരു സമയത്ത് തന്നെ വർക്ക് ചെയ്ത് വരുന്നതെന്നറിയാം. പക്ഷെ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് അയാൾ മൈത്രേയൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നു, അവിടെ വെച്ചാൽ തിരിയുന്നു. അങ്ങനെയൊന്നുമല്ല. ഈ സമയത്തൊക്കെ തലയുടെ ഒരു വശത്ത് വൈകുന്നേരം വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ട പണികളെ പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കും. ഒരു സാധനം മേടിച്ചുകൊണ്ട് തിരിച്ച് ചെല്ലണമെന്ന് അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ സഹോദരി പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ പങ്കാളി പറഞ്ഞു എന്നൊക്കെ നമ്മൾ അതെല്ലാം ഇടയ്ക്ക് ഓർമ്മ വരും. അയ്യോ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ വേണമെങ്കിൽ ആരും കാണാതെ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രഹസ്യമായിട്ട് കൈയുടെ വെള്ളയിൽ എഴുതും, പേസ്റ്റ് മേടിച്ചുകൊണ്ട് വരണം എന്നുള്ള കാര്യമൊന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെ നൂറുകണക്കിന് ഇൻഫർമേഷൻസ് വരികയും 100 എണ്ണം ഇവിടെ നിന്ന് ജനറേറ്റ് ചെയ്ത് നടക്കുന്ന നിരന്തരമായി നടക്കുന്ന ഒരു ലോകമാണ് നമുക്കുള്ളത്. അത് ലോകത്തിനെയാണ് നമ്മൾ ഞാനെന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെയല്ല, അകത്തൊരാൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, പണ്ടുള്ള സ്വാമിമാർ പറയും സാക്ഷി എന്നാണ് അവർ പറയുന്നത്. അകത്തൊരാൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കും എന്ന് പറയുന്ന ഒരു സാക്ഷിയെ പറ്റി, മനസ്സാക്ഷി എന്നൊക്കെ പറയുന്ന വാക്കൊക്കെ എങ്ങനെയാണ് വരുന്നത്. മനസ്സ് മാത്രമല്ല, മനസ്സിനൊരു സാക്ഷിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പഴയ കാലത്തെ വാക്കുകളിൽ നിന്നെല്ലാം മാറി നമ്മൾ നിരന്തരമായ ഒരു ഇടപെട്ടിരിക്കുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന, അതിനൊരു തുടർച്ചയുണ്ടായിരിക്കുന്ന ഒന്നാണ് നമ്മൾ. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഫോൺ വിളിക്കുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിച്ച് തുടങ്ങിയാൽ പെട്ടെന്നാണ് നമുക്ക് അവരുടെ പ്രശ്നം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഹോർമോണിൻ്റെ കുറവ് കൊണ്ടാണോ, ഭക്ഷണത്തിനകത്തെ ന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ടാണോ, അതോ അപ്പുറത്തിരിക്കുന്ന ആൾ മര്യാദയില്ലാതെ പെരുമാറിയത് കൊണ്ടാണോ, അതല്ല നമ്മളൊരു മുറിക്കകത്തു നിന്ന് പുറത്ത് പോകണം, ചെയ്തുകൊണ്ടിരുന്ന ജോലി തീർത്തിട്ട് കോട്ട ഇപ്പോഴത്തെ ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ജോലി ചെയ്യാമെന്ന് പറയും. പക്ഷേ ഇന്ന ദിവസത്തിന് മുമ്പ് ഇത് ചെയ്ത് തീർത്ത് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പുറകെ കിടക്കുന്നുണ്ടാവും. നമ്മളിവിടെ ഇങ്ങനെ കളിച്ചൊക്കെ നടക്കുന്ന സമയത്താണ് ഇതിങ്ങനെ വരുന്നത്, സമയം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോട്ട തരുന്നത് കാരണം കൊണ്ടുണ്ടാകുന്ന ഒപ്രഷൻ അത് ഡിപ്രഷനായിട്ട് മാറും. ഭയങ്കര സമ്മർദ്ദം അനുഭവിക്കും. വെറുതെ കാറെടുത്ത് ഓടിച്ചാൽ മതി, സകല ബ്ലഡ് പ്രഷറും പോവും, ഭയങ്കരമായിട്ട് മാറിപ്പോകും. അതുകൊണ്ട് സൈഡിൽ നിന്ന് ഒരുത്തനും പെട്ടെന്നായിരിക്കും ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് മുന്നോട്ട് കയറുന്നത്. ഒരൊറ്റ ചത്തുപോയെന്ന് തോന്നിപ്പോയെടുത്തൊന്ന് രക്ഷപ്പെട്ടു. അപ്പോഴത്തേന് ശരീരം മുഴുവനും 100 കണക്കിന് ഹോർമോൺസാണ് പുറത്തോട്ട് വരുന്നത്.
കാരണം മരിക്കാൻ പോകുന്ന ആൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു ഇഷ്ടം പോലെ സാധനങ്ങൾ അങ്ങ് ഉണ്ടാവും. പക്ഷേ ഓട്ടോറിക്ഷക്കാരനങ്ങ് പോയി നമ്മൾ ഈ ജനലിൽ കൂടെ കുറേ ചീത്തയൊക്കെ പറയുന്നതൊക്കെ ഉണ്ടാവും. അത് പ്രത്യേകിച്ചും ഇതിനകത്തിരുന്ന് പറയുന്ന കാരണം കൊണ്ട് നമ്മൾ മാത്രമേ കേൾക്കത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഓടിച്ചു പോകും. പക്ഷേ ഈ സകല ഹോർമോൺസും പുറത്തോട്ട് വന്ന് നമ്മുടെ തല മുഴുവൻ മൂടി, കണ്ണൊന്നും കാണാൻ പറ്റാതൊക്കെ ആയി. ചിലർ വണ്ടിയൊക്കെ ചവിട്ടി നിർത്തിയിട്ട് ഒരു ചായ കുടിച്ചിട്ട് ഇനിയും തുടങ്ങാം എന്ന് ആലോചിക്കുന്നിടത്ത് വരെ എത്തി. അപ്പോൾ ഇതുപോലുള്ള നൂറുകണക്കിന് കാര്യങ്ങൾ ചേർന്നിട്ടാണ് നമ്മളെന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ ഈ ഫോൺ വിളിക്കുന്ന ആൾക്കാരുടെ പ്രശ്നത്തിനകത്ത് മിക്കവാറും ഒരു ഓട്ടോറിക്ഷ ക്രോസ് വെച്ചതാണ് അവൻ്റെ യഥാർത്ഥ പ്രശ്നം എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വർക്കിംഗ് ലോഡ്, അത് പഠിക്കുന്നതിൻ്റെ സാധനമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള ഒരു കാര്യം പറയേണ്ടതുണ്ട്. പക്ഷെ പറഞ്ഞാലേ അത് വഷളായി പോകുമെന്ന് തോന്നിപ്പോയാൽ സമ്മർദ്ദം കൂടും. അപ്പോൾ രണ്ട് താല്പര്യങ്ങളുള്ള മനുഷ്യർ ഒന്നിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം നമുക്കിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഒരു ലോകത്തിനെ പറ്റിയുള്ള ഒരു പൊതുധാരണയുള്ള ഒരാളാണ് ഈ ആൾ പറയുന്നത് കേൾക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെയാണ് നമുക്ക് ഇത് ഏത് മൂലയിൽ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് കാണാൻ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒന്ന് ചോദിക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നത് മനസ്സ് വായിച്ചോ എന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ ഒരു വായനയേ ഇല്ല. ഇയാൾ പറയുമ്പോൾ നമുക്ക് ഇത്ര സാധ്യതകളേ ഉള്ളൂ, ഈ ലോകത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നറിയുന്നത് കൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള ഉത്തരങ്ങളൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ആളുകളെ അവരുടെ പ്രശ്നത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത്, എവിടെയാണ് നിങ്ങൾ ഈ പ്രശ്നത്തിനെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് തൊട്ട് കാണിക്കാം എന്ന് പറയുന്നത് പോലെ ചെയ്യാൻ പറ്റും. ഒരിക്കൽ അത് മനസ്സിലായി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം അഴിക്കാൻ എളുപ്പമാണ്. കെട്ടെങ്ങനെ കെട്ടി എന്നുള്ളത് അറിയുമ്പോൾ അത് പിന്നെ അഴിക്കാൻ എളുപ്പം. പക്ഷെ കെട്ടിയ കെട്ടിനെപ്പറ്റി നമുക്കൊരു അറിവില്ലെന്നുണ്ടെങ്കിൽ, അത് പണ്ട് ഗോർഡിയൻ നോട്ടെന്ന് പറയും, അവിടെ ഗ്രീസിൽ അങ്ങനെ ഒരു കെട്ടുണ്ടായിരുന്നു, അത് പോയി അഴിക്കുന്നവർ മാത്രം ലോകം പിടിക്കത്തുള്ളൂ എന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു, അപ്പം അലക്സാണ്ടർ പോയിട്ട് വാളുകൊണ്ട് മുറിച്ച് കെട്ട് അഴിക്കുകയല്ല ചെയ്ത്, മുറിക്കുകയായിരുന്നു. അപ്പം അതുപോലെ ഒറ്റ വീട്ടിനെ മുറിച്ച് കളയാവുന്ന ഒരു കാര്യം മാത്രമായിരിക്കും, മെനക്കെട്ട് കുത്തിയിരുന്ന് അഴിക്കണ്ട. പക്ഷെ ചില സമയത്ത് അങ്ങനെയല്ല. ചില കെട്ടുകൾ ആ നൂല് വീണ്ടും വേണ്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യബന്ധങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ വേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് വളരെ സൂക്ഷിച്ച് അഴിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പല രീതിയിൽ ഈ പ്രശ്നത്തിനെ പരിഹരിക്കാൻ പറ്റും. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഒന്നാമത് ഈ കേൾക്കാൻ ആരും ഇല്ലാതിരിക്കുന്ന ഒരു ലോകമുണ്ട്. അപ്പോൾ ഏത് രാജ്യത്തിരുന്നാലും നമുക്കിന്ന് ഫോണൊക്കെ വിളിക്കാൻ പറ്റുന്ന കാരണം കൊണ്ട് ഒരു 20 മിനിറ്റൊക്കെ ആൾക്കാർ സംസാരിച്ച് കഴിയുമ്പോൾ അവർക്ക് നല്ല ആശ്വാസവും. ഞാനൊന്നും ചെയ്തിട്ടൊന്നുമില്ല, വെറുതെ കേട്ടിട്ടേ. പക്ഷേ ചില സജഷൻസ് പറയുന്നുണ്ടാവും. ആ സജഷൻ പറയുന്നത് ചെയ്തോ എന്ന് അടുത്ത തവണ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കത്തില്ല. കാരണം 90% ചെയ്യാനൊക്കത്തില്ല. കാരണം നമ്മൾ പറയുന്ന പരിഹാരങ്ങളൊന്നും തന്നെയും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആകണമെന്നില്ല. പക്ഷേ ഇങ്ങനത്തെ പരിഹാരങ്ങളുണ്ടെന്ന് അവർക്ക് അറിയാൻ പറ്റും. അടഞ്ഞ സ്ഥലമല്ല, നമ്മുടെ എഫർട്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് കാണും. ഇതുപോലുള്ള മേഖലകളിലാണ് ഞാൻ ഈ ഉത്തരങ്ങൾ പറയുന്നത്. ഇത് തന്നെ ഇപ്പം ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. എന്നാലും ഇത്രയൊക്കെ സങ്കീർണമായ ഒരു ലോകത്താണ് നമ്മളുള്ളത്. അപ്പോൾ അതൊക്കെ എത്ര മനസ്സിലാക്കിയാലും നമ്മൾ മനസ്സിലാക്കിയത് മാറിപ്പോകുന്ന ലോകവും കൂടാണ്. അതുകൊണ്ട് നിരന്തരം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പണിയാണ്. അപ്പം ഞാൻ ആരും എന്നെ ഫോൺ വിളിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ബാക്ടീരിയ എന്തോ ചെയ്യുന്നതെന്നൊക്കെ നോക്കും, നക്ഷത്രങ്ങളൊക്കെ എന്തോ ചെയ്യുന്നത് നോക്കും, ഗാലക്സികൾ എന്ത് ചെയ്യുന്നത് നോക്കും, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യുന്നത് എന്തോ നോക്കും, അയലത്തുള്ള ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് നോക്കും, ഇതെല്ലാം നോക്കും. അപ്പോൾ ഇങ്ങനെ പല നിലവാരത്തിലുള്ള ഇൻഫർമേഷൻസ് അപ്ഗ്രേഡ് ചെയ്ത് പുതിയ സൊല്യൂഷൻസിൻ്റെ ലോകങ്ങളും ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അതെല്ലാം നമ്മളെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചുറ്റുപാടുമുള്ളവർക്ക് കുറച്ചുകൂടെ ആശ്വാസമുള്ളൊരു ലോകത്ത്, ഒരു സമാധാനമുള്ളൊരു ലോകത്ത് ആൾക്കാരെ എത്തിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ.